ഒരു സ്ഥാനത്താണ് നിലകൊള്ളുന്നതെന്ന ബോധം ആ ജ്യേഷ്ഠ സഹോദരനും ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് തൻ്റെ ഇളയവരോട് ഒരു ബാപ്പയുടെ റോളിൽ നിന്നുകൊണ്ട്, ഒരു ബാപ്പയുടെ ഉത്തരവാദിത്ത നിർവഹണത്തോടെ ബാധ്യതകൾ നിർവഹിക്കുക എന്ന കടമ ആ ജ്യേഷ്ഠനും നിർവഹിക്കേണ്ടതുണ്ട്. തിരിച്ചുള്ള ഇടപെടലുകളൊക്കെ വളരെ നീതിപൂർവകമായിരിക്കണം എന്ന് ഇസ്ലാം കൽപ്പിക്കുകയാണ്. ഗുണകാംക്ഷയോടുകൂടെയുള്ള പെരുമാറ്റം, അവർക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ദിശാബോധം നൽകുക എന്നുള്ളത്, അവരുടെ വളർച്ചയിലോ അവരുടെ ധനത്തിലോ കണ്ണുവെച്ചുകൊണ്ട് അവരോട് അസൂയപ്പെടാതെ, അവരുടേതായ ധനങ്ങൾ കൈക്കലാക്കാതെ, അതിന് വേണ്ട രൂപത്തിലുള്ള കരിക്കൽ നീക്കുന്നതിൽ ഗൂഢതന്ത്രങ്ങളിലൊന്നും പങ്കെടുക്കാതെ പ്രവർത്തിക്കണമെന്നും, കാരുണ്യമായിരിക്കണം, എപ്പോഴും മൂത്തയാളായ താൻ ഇളയവർക്ക് എന്നും തണലാകണമെന്ന ചിന്തയുണ്ടാകണം. അവർക്ക് സ്നേഹം നൽകിക്കൊണ്ട് എപ്പോഴും അവർക്കൊരു തുണയായി കൂടെയുണ്ടാകണം. അതേപോലെ തന്നെ കുടുംബങ്ങളിലുണ്ടാകുന്ന പിണക്കങ്ങളിൽ മസ്ലഹത്തിന്റെ റോള്, ഏറ്റവും ബാധ്യത തനിക്കാണുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് ആ വിഷയത്തിലൊരു ഉദാസീന നയം കൈക്കൊള്ളാതെ അവർക്കിടയിലുണ്ടാകുന്ന ഭിന്നതകൾക്ക് മസ്ലഹത്തിന്റെ ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട് എന്ന് ജ്യേഷ്ഠ സഹോദരന്മാർ മനസ്സിലാക്കണം. ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലൂടെയുള്ള കൽപ്പനയാണ്. മൊത്തത്തിലുള്ള പൊതുവെയുള്ള ഇസ്ലാമിക സഹോദരങ്ങൾക്കിടയിലുള്ള കൽപ്പന പോലും അതാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൂടപ്പിറപ്പുകൾക്കിടയിലുണ്ടാകുന്ന പിണക്കങ്ങളിൽ ആ മസ്ലഹത്തിന്റെ റോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് ഗൗരവത്തോടുകൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കും. അവരോടുള്ള കടമകൾ പാലിക്കാതെ അവരെ നിരാലംബരാക്കി വിടുവാൻ ഒരു ജ്യേഷ്ഠ സഹോദരന് പാടില്ല. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും തൻ്റെ കുടുംബത്തെ കൂട്ടിപ്പിടിക്കുവാൻ, അതേപോലെ അവർക്കിടയിലുള്ള ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ, സഹോദര്യ ബന്ധം എപ്പോഴും സുശക്തമാക്കി നിലനിർത്തുവാൻ, ഇതിനൊക്കെ താനാണ് മുൻകൈയെടുക്കേണ്ടതെന്നും താനാണ് ഇളയവർക്ക് ഒരു മാതൃകാ റോൾ മോഡലായി നിലനിൽക്കേണ്ടതെന്നുമുള്ള ബോധം മൂത്ത സഹോദരൻ ഉണ്ടായിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതിലൂടെയൊക്കെ ആഗ്രഹിക്കേണ്ടത് റബ്ബിന്റെ അടുക്കൽ നിന്ന് തനിക്ക് കിട്ടാൻ പോകുന്നവൻ പ്രതിഫലമാണ്. തൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം കൺകുളിർമയായിരിക്കും താൻ തൻ്റെ ഇടയവരോട്, തന്നേക്കാൾ താഴെയുള്ളവരോട് ഞാൻ നല്ല നിലക്ക് വർത്തിക്കുന്നുവെങ്കിൽ അത് കാണുന്ന എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സ് എത്രത്തോളം തണുപ്പുള്ളതാകും, അവർക്ക് എത്രത്തോളം കൗതുകമായിരിക്കും അത് എന്ന നന്മ കൂടി നിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇനി അവർ ഹയാത്തിലില്ലെങ്കിൽ ആ മരിച്ചുപോയ മാതാപിതാക്കളോടുള്ള നിന്റെ കടമ കൂടിയാണത് എന്നുകൂടി നീ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, തനിക്കും മക്കൾ വളർന്നു വരുന്നുണ്ട്. തൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട്, തന്നേക്കാൾ താഴെയുള്ളവരോടുള്ള തൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് തൻ്റെ വളർന്നു വരുന്ന മക്കളും നോക്കിക്കാണുന്നുണ്ട്. അവർക്കും അത് ഗുണപാഠമാകുവാൻ നീയാണ് മാതൃകയാവേണ്ടത്. തുടങ്ങി എത്രയെത്ര നിർദ്ദേശങ്ങളാണ് സഹോദരങ്ങളെ ഈ മേഖലയിൽ ഇസ്ലാമിന് പറയുവാനുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ കുടുംബ ബന്ധങ്ങൾ സുശക്തമായി നിലനിർത്തുവാനും ചേർക്കുവാൻ പറഞ്ഞ അത്രത്തോളം മഹനീയമായ ബന്ധമാണത് എന്നും, മുറിച്ചു കളയുന്നത് നരകത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ഗുരുതരമായ ഭവിഷ്യത്താണ് അതുകൊണ്ടുണ്ടാവുക എന്നുള്ളതും തിരിച്ചറിയുവാനാണ് ഇത്രത്തോളം ഇസ്ലാം ഇതിലൊക്കെ ഇടപെട്ടിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് കുടുംബ ബന്ധങ്ങളെ യഥാവിധി പാലിക്കുന്ന, നിലനിർത്തുന്ന നല്ലവരായ ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.